പ്രിയപ്പെട്ട സംഘികളെ, കേരളത്തിലല്ല ബീഫ് തിന്നതിന് മനുഷ്യരെ തല്ലിക്കൊല്ലുന്നത്. മുഹമ്മദ് അഖ്ലഖും പെഹ്ലുഖാനും കേരളീയർ അല്ലായിരുന്നു. കേരളത്തിലല്ല ജയ് ശ്രീറാം വിളിക്കാത്തതിൽ അന്യമതസ്ഥരെ ദളിതരെ മർദ്ദിക്കുന്നത്. 13 വയസ്സുള്ള മുസ്ലിം പയ്യൻ ജയ് ശ്രീറാം വിളിക്കാൻ വിസമ്മതിച്ചതിന് അവന്റെ തുടയിൽ കുപ്പിച്ചില്ല് കുത്തിക്കയറ്റിയത് ഒരിക്കലും കേരളത്തിലല്ലായിരുന്നു. അംബേദ്കറിന്റെ ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ടത് കണ്ടതിന് 16 വയസ്സുള്ള ദളിത് ബാലനെ ജയ് ശ്രീറാം വിളിപ്പിക്കുന്ന വീഡിയോ എടുത്തത്, അവനെ മർദ്ദിച്ചത് കേരളത്തിലല്ല പശുവിനെ അമ്മയായി കാണാത്തവരെ ആൾക്കൂട്ടം ആക്രമണം നടത്തിയത്. പശുവിന്റെ ശവശരീരം എടുത്തു മാറ്റാത്തതിന് 25 വയസ്സുള്ള ഗർഭിണിയായ ദളിത് യുവതിയുടെ വയറ്റിൽ ചവിട്ടിയത് കേരളത്തിലല്ല, അതങ്ങ് ഗുജറാത്തിലാണ്. ബജരംഗ് ദൾ അംഗങ്ങൾ ക്രിസ്ത്യൻ പാസ്റ്ററിനെ നിർബന്ധിച്ച് ചാണകം കഴിപ്പിച്ചതും ഓടവെള്ളം കുടിപ്പിച്ചതും കേരളത്തിലല്ല സംഘികളെ. സവർണർ ഉപയോഗിക്കുന്ന വെള്ളപാത്രം തൊട്ടതിന് 9 വയസ്സുള്ള ഇന്ദ്രാ മെക്വാലിനെ മർദ്ദിച്ച് കൊന്നത് കേരളത്തിലല്ല, അതങ്ങ് രാജസ്ഥാനിലാണ്. കേരളമല്ല, UP ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബീഫ് എക്സ്പോർട്ടിംഗ് സംസ്ഥാനം. ഇന്ത്യ ലോകത്ത് 4ാം സ്ഥാനത്താണുള്ളത്. പിന്നെ സത്യമാണ്, ഇവിടെ ഇരുന്ന ഞങ്ങൾ മനസ്സമാധാനത്തോടെ ആസ്വദിച്ച് പൊറോട്ടയും ബീഫും കഴിക്കും. ഒരുത്തനും ചോദ്യം ചെയ്യില്ല. ഒരു ഭക്ഷണവും ഇവിടെ ആരും നിർബന്ധിച്ച് കഴിപ്പിക്കുകയുമില്ല, നിർബന്ധിച്ച് കഴിക്കുവാൻ സമ്മതിക്കാതിരിക്കുകയുമില്ല. കേരളത്തെ മറ്റുള്ളവരുടെ മുൻപിൽ താറടിച്ചു കാണിക്കുന്ന ഈ പ്രവണത അനുവദിച്ചു കൊടുക്കുവാൻ പാടുള്ളതല്ല. BJP കേരള സ്റ്റോറിയിലൂടെ ഒളിച്ചു കടത്തുവാൻ ശ്രമിക്കുന്ന മുസ്ലിം വിരോധം 8ആയി മടക്കി കയ്യിൽ വെച്ചാൽ മാത്രം മതി. കേരള ജനത എക്കാലത്തും ജാതി മത അതിർവരമ്പുകൾക്ക് അതീതമായി മാനവികത ഉയർത്തിപ്പിടിച്ച് കെട്ടുറപ്പോട് തന്നെ മുൻപോട്ട് പോവുക തന്നെ ചെയ്യും. കാരണം ഇത് കേരളമാണ്.